വെൽക്കം ബാക്ക് ടു ജിനോടെ ക്ലോക്സ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാംസങ്ങിന്റെ S26 എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ഫോണാണ്. സോ സാംസങ്ങിന്റെ S20 സീരീസ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ഓഫേഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് ആ ഒരു ഫോൺ സ്വന്തമാക്കാവുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മുടെ S26ന്റെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിന്റെ ഡിസൈനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള S26 എന്ന് പറയുന്ന മോഡൽ. ഇതുകൂടാതെ S26 പ്ലസ് S26 അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഫോണുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. S26 അൾട്രയുടെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ S26ന്റെ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതിന്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഡിസൈനിങ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സാധാരണ അൾട്ര സീരീസ് ഭയങ്കര വലുപ്പമുള്ളതും ഇതുപോലെ നോർമൽ S സീരീസ് ഇതുപോലത്തെ ഒരു സൈസിൽ തന്നെയാണ് വരാറുള്ളത്. എന്നാലും എനിക്ക് ഇത്തവണ എന്തോ ഈ ഒരു സംഭവം കണ്ടപ്പോൾ നമ്മുടെ S26 അൾട്രയുടെ ഒരു മിനിയേച്ചർ പോലെയാണ് ഇത് ഫീൽ ചെയ്തത്. അതായത് നോർമൽ S സീരീസ് ഒരു വേറെ ഫീലും നമ്മൾ അൾട്രാ സീരീസ് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ വേറൊരു ഫീലാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇത്തവണ വന്നിട്ടുള്ള അങ്ങനെയല്ല. ആ ഒരു സെയിം ബോക്സ് ഡിസൈൻ, ആ ഒരു സെയിം പ്രൊപ്പോർഷനിലുള്ള ഒരു കുഞ്ഞൻ ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൈ പിടിക്കാനൊക്കെ വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ഇതിന്റെ തിക്നെസ് വെറും 7.2 mm തിക്നെസ്സേ വരുന്നുള്ളൂ. വെയിറ്റ് 167 ഗ്രാംസേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൈ പിടിക്കാനും യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. ആ ഒരു ബോക്സ് ഡിസൈനിൽ വന്നിട്ടുള്ള സംഭവം ആയതുകൊണ്ട് നല്ല പ്രീമിയം ഡിസൈനാണ്. പിന്നെ റെയിൻഫോഴ്സ്ഡ് അലൂമിനിയം ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കോണിംഗ് ഗൊറില്ല വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാമറയുടെ ചുറ്റുമായിട്ട് ഒരു പുതിയൊരു ബമ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഫോൾഡ് 7ലൊക്കെയാണ് ഈ ഒരു ഡിസൈൻ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു ബമ്പ് ഗ്ലാസിന്റെ ഫ്രെയിം ആണെന്നാണ് പറയുന്നത്. സോ ഇതുപോലുള്ള നല്ല അടിപൊളി പരിപാടികളൊക്കെ ഇത്തവണ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രെയിമിന്റെ ആനോഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലാണ് സാംസങ്ങിന്റെ വരാറുള്ളത്. നമ്മുടെ ആപ്പിളിന്റെ 17 സീരീസിൽ കണ്ട പോലത്തെ പെയിന്റിങ് പോകുന്ന ആ ഒരു പരിപാടി വലിയ രീതിയിൽ ഇതിൽ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചുകൂടി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ ബെസൽസ് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ബെസലാണ്. പിന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്, പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ മൊത്തത്തിൽ ഒരു ഡിസൈൻ വൈസ് അടിപൊളി തന്നെയാണ്. പിന്നെ ഇതിന്റെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ കൊബാൾട്ട് വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. അതുപോലെ തന്നെ സ്കൈ ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, പിന്നെ സിൽവർ ഷാഡോ, പിന്നെ ഒരു പിങ്ക് കളർ, ഇത്ര 6 കളർ ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. പിന്നെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് IP68 റേറ്റിംഗ് വരുന്നുള്ളൂ. നമുക്കറിയാം മറ്റ് ബ്രാൻഡുകൾ ഇപ്പോൾ IP69, 69K ഒക്കെ റേറ്റിംഗ് വരുന്നുണ്ട്. ഇവരിപ്പോഴും 68 ആണ് കൊടുക്കുന്നത്. എന്നാൽ കുഴപ്പമൊന്നുമില്ല. 68 വെച്ച് നമുക്ക് അത്യാവശ്യം പരിപാടികളൊക്കെ നടത്താൻ പറ്റും. അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ നമുക്ക് ഈ ഒരു 68 വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഡിസൈനെ പറ്റി പറയാൻ ഇത്രേ ഉള്ളൂ. ഇതൊരു മിനിയേച്ചർ S26 അൾട്ര പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കൈ പിടിക്കാനും ഇതൊക്കെ നല്ല സുഖമാണ്. 6.3 ഒക്കെയാണ് ഡിസ്പ്ലേ സൈസ് വരുന്നുള്ളൂ. സോ ഡിസൈനിങ് സൈഡിൽ നിന്ന് ഓക്കെയാണ്. എന്നാലും ഈ ഒരു ഡിസൈൻ നമ്മൾ കുറേ മോഡൽസിൽ കണ്ടിട്ട് നമുക്ക് അതിലൊരു ഇന്നോവേഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടുവരായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. സോ ഇതാണ് ഡിസൈനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് സാംസങ്ങിന്റെ AI ഫീച്ചർ ആയിട്ടുള്ള ബിഗ് സ്പീഡ് സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് മറ്റേ ഷീറ്റ് സെറ്റപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിന് ഒരു മാഗ്നറ്റിക് കേസ് വാങ്ങിച്ചിടാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു മാഗ്നറ്റിക് വയർലെസ് ചാർജിങ് പരിപാടി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ ചെയ്യാൻ സാധിക്കും. ഇത്തവണ അതിനുള്ളിൽ ആ ഒരു ഷീറ്റ് റിങ്, മാഗ്നറ്റിക് റിങ് വരുന്നതാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്തവണ വന്നിട്ടില്ല. സോ അതും അതിനോട് പറയട്ടെ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ ഇന്ത്യൻ വേരിയൻസിൽ ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Exynos 2600 എന്ന് പറഞ്ഞുള്ള ചിപ്സെറ്റ് ആണ്. ഒരുപാട് പേര് സാംസങ്ങിനെ അങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും S26 സീരീസിൽ ആദ്യം Exynos ആണ് ഇറക്കുന്നത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞാൽ ഓഫറിൽ അവർ വീണ്ടും സ്നാപ്ഡ്രാഗൺ കൊണ്ടുവരും. ആ സമയത്ത് വീണ്ടും കുറെ ഫോണുകളൊക്കെ സെയിലാവും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ട്രാറ്റജി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനീഷ്യലി അവർ ഫോൺ ഇറക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ തരുന്നില്ല എന്നുള്ള കംപ്ലയിൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തവണത്തെ Exynos 2600 എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിപ്സെറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ S26 അൾട്രയിലുള്ള ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ അത് വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. ബട്ട് അത് 3 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. അതായത് അതിൻ്റെ ഉള്ളിൽ കോമ്പോണൻസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 നാനോമീറ്റർ ആണ്. നമുക്ക് എപ്പോഴും ഈ ഒരു ഡിസ്റ്റൻസ് കുറയാണ് വേണ്ടത്. ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കൂടും. കാരണം കുറച്ച് ഡിസ്റ്റൻസിലേക്ക് ഡാറ്റയ്ക്ക് ട്രാവൽ ചെയ്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ Exynos 2600 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലത്തെ ചിപ്സെറ്റ് വെറും 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. സാംസങ് കുറെ കാലമായിട്ട് ഇതിന്റെ പുറകിലാണെന്ന് അറിയാം. കാരണം സാംസങ് റിസർച്ച് ചെയ്തിട്ട് ഈ ഒരു 2 നാനോമീറ്റർ ചിപ്സെറ്റ് ഇറക്കി കഴിഞ്ഞാൽ അതൊരു ഫാസ്റ്റർ ആയിട്ടുള്ള ചിപ്സെറ്റ് ആയിരിക്കും എന്നുള്ള സാംസങ്ങിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട്. സോ ആ ഒരു പ്രോസസ്സറാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ പെർഫോമൻസ് ആണ്, നല്ല സ്മൂത്ത് ആണ്. നമ്മൾ OS എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിലും നമ്മൾ ഡേ ടു ഡേ ടാസ്കുകൾ ചെയ്യുകയാണെങ്കിലും മൾട്ടി ടാസ്കിങ് ചെയ്യുകയാണെങ്കിലും മൾട്ടി വിൻഡോ പരിപാടികൾ ചെയ്യുകയാണെങ്കിലൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഗെയിം കളിക്കുമ്പോഴും ഭയങ്കര സ്മൂത്ത് ആണ്. പക്ഷേ ഹീറ്റിംഗ് ഉണ്ട്.
സോ ഇത് കേസ് ഇടാണ്ടാണ് നിങ്ങൾ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഗെയിം കളിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഹീറ്റ് ആവുന്നുണ്ട്. ബട്ട് ഇതിൽ ലാർജർ ആയിട്ടുള്ള ഒരു വേപ്പർ ചേമ്പർ ആണ് കമ്പയർ ടു S25 കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹീറ്റ് പെട്ടെന്ന് കൂൾ ആവുന്നുണ്ട്. എന്നാലും ലോങ് ടൈമിലേക്കൊക്കെ ഗെയിം കളിക്കുമ്പോൾ നല്ല ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഭയങ്കര സ്മൂത്ത് ആണ്. അത് ഈ 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആയതുകൊണ്ടാണ്. സോ എക്സിനോസ് ആണ് നമുക്കറിയാം കമ്പയർ ടു സ്നാപ്ഡ്രാഗൺ. എക്സിനോസ് കുറച്ച് കാലം കഴിയുമ്പോൾ ലാഗ് ആവുന്നു, സ്ലോ ആവുന്നു, അല്ലെങ്കിൽ ഹീറ്റ് ആവുന്നു എന്നുള്ള കംപ്ലൈൻസ് ഒക്കെ ഉണ്ട്. ബട്ട് കറന്റ് ലെവലിൽ ഈ ഒരു 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആയിട്ടുള്ള എക്സിനോസ് 2600 അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ S26 കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ഓഫറിലൊക്കെ ഈ സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 അല്ലെങ്കിൽ 8 Elite Gen 5 ഒക്കെ ആയിട്ട് വരുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല. കാരണം അത് സാംസങ് കുറെ കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. എക്സിനോസിൽ അവർ ഫോൺ ഇറക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ ഓഫറിൽ അവർ സ്നാപ്ഡ്രാഗൺ വെച്ച് ഫോൺ കൊടുക്കും. ആ പരിപാടി ഇത്തവണ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് സ്നാപ്ഡ്രാഗന്റെ വേർഷൻ വരുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ബട്ട് ഈ ഒരു എക്സിനോസിന്റെ 2600 ആണെങ്കിലും പെർഫോമൻസ് വൈസിൽ യാതൊരു കോംപ്രമൈസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അടിപൊളി തന്നെയാണ്. പിന്നെ കഴിഞ്ഞ തവണത്തെ S25 വെച്ച് നോക്കുമ്പോൾ 38% NPU ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ് AI പരിപാടികൾക്ക് കുറച്ചുകൂടി കാപ്പബിൾ ആണ് ഈ ഒരു ഫോൺ. അതുപോലെ തന്നെ 23% ഗ്രാഫിക്സിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഈ ചിപ്സെറ്റിൽ. അതുപോലെ തന്നെ 7% CPU പെർഫോമൻസിലും മാറ്റം വന്നിട്ടെന്ന് പറയുന്നത്. അപ്പോൾ CPU പെർഫോമൻസ് നോക്കുമ്പോൾ 7% ഉള്ളൂ. അതാണ് എനിക്കൊരു സംശയം. ഈ ഒരു 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആയിട്ട് പോലും CPU പെർഫോമൻസിൽ കഴിഞ്ഞ ഫോൺ വെച്ച് നോക്കുമ്പോൾ 7% മാത്രമേ ഇംപ്രൂവ്മെന്റ് ഉള്ളൂ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് CPU ഒക്കെ ഈ ഒരു ലെവലിൽ മതി ഇനി കുറച്ച് കാലത്തേക്ക്. നമുക്ക് കൂടുതലും ആവശ്യം വരിക ഈ പറഞ്ഞ മാതിരി NPU അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഒക്കെയാണ്. കാരണം AI പരിപാടികൾ കൂടിക്കൊണ്ടിരിക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് CPU ഉണ്ടായിട്ടുള്ള ഈ ഒരു 7% ചേഞ്ച് തന്നെ ഇനഫ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്ന വേരിയൻസ് 12GB 256 അതുപോലെ തന്നെ 12GB 512 ഒക്കെ നമുക്ക് വരുന്നുണ്ട് അവൈലബിൾ ആയിട്ട്. പിന്നെ UFS 4.1 സപ്പോർട്ടാണ് വരുന്നത്. UFS 4.1 ആണോ 4.0 ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അവർ ആ ഒരു സ്പെക്ക് എവിടെയും കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. 4.1 ആണെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. സോ അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. പിന്നെ LPDDR5Xന്റെ റാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ പെർഫോമൻസ് വൈസിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ ആക്ച്വലി നമ്മുടെ ഈ ഒരു S26 എന്ന് പറയുന്ന ഈ ഒരു ഫോണ് US കാനഡ വേർഷനിലൊക്കെ നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 വെച്ചിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഗ്രാഫിക്സ് അഡ്രിനോന്റെ 840 വെച്ചിട്ടാണ് വരുന്നത്. എന്നാൽ നമുക്ക് ഇവിടെ GPU വരുന്നത് Exclif 960 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫിക്സ് ആണ്. അത് ഈ എക്സിനോസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ചില കൺട്രീസിലേക്ക് നമുക്ക് ഇപ്പോഴും സ്നാപ്ഡ്രാഗന്റെ മോഡലും പോകുന്നുണ്ട്. ബട്ട് അത് 3 നാനോമീറ്റർ ആണ്. ഈ എക്സിനോസ് 2600 എന്ന് പറയുന്നത് 2 നാനോമീറ്റർ ആണ്. അങ്ങനെ ഒരു വ്യത്യാസം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്യാമറയെ പറ്റി സംസാരിക്കാം. ക്യാമറയെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിൽ മെയിൻ ക്യാമറ വരുന്നത് 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ സെൻസർ ആണ്. അതുപോലെ തന്നെ 10 മെഗാപിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് 3x ഒപ്റ്റിക്കൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് വരുന്നുണ്ട്. സോ അത് എനിക്ക് വലിയൊരു അപ്ഗ്രേഡ് ആയിട്ട് തോന്നിയില്ല. കാരണം ഇപ്പോഴുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോണുകളിലും നോക്കി കഴിഞ്ഞാൽ 3 സെൻസറും മിനിമം 50 മെഗാപിക്സൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു സെൻസർ 200 മെഗാപിക്സൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. സോ ടെലിഫോട്ടോ ലെൻസ് നോക്കുകയാണെങ്കിലും വൈഡ് ലെൻസ് നോക്കുകയാണെങ്കിലും 10MP 12MP എന്നൊക്കെ പറയുന്നത് അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ 3x 10 മെഗാപിക്സലിൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് AI പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ക്വാളിറ്റി ഷാർപ്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാലും നെക്സ്റ്റ് S27 വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ക്യാമറയ്ക്ക് അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് സാംസങ്ങിന് ഒരു പണിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ക്യാമറയുടെ മെഗാപിക്സൽ നോക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ഇതിന്റെ ഫോട്ടോ ആൻഡ് വീഡിയോ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് ആണ് ഇത്തവണത്തെ S26 കമ്പയർ ടു S25 തരുന്നത്. സോ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈറ്റ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 12 മെഗാപിക്സലിന് തന്നെയാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അവിടെയും നമുക്കൊരു ചെറിയൊരു അപ്ഗ്രേഡിന്റെ പ്രശ്നമുണ്ട്. കാരണം എല്ലാ ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ 50 മെഗാപിക്സൽ അല്ലെങ്കിൽ മിനിമം ഒരു 32 മെഗാപിക്സലെങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പോഴും നമുക്കൊരു 12 മെഗാപിക്സൽ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ 8K 30fps ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി ഷാർപ്നെസ് ആണ്, നല്ല അടിപൊളി സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ 4K 60fps HD 60fps അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് 4K 60fps ഒക്കെ കിട്ടുന്നുണ്ട്. സോ വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമുക്ക് അത്യാവശ്യം സിനിമാറ്റിക് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണിത്. പക്ഷേ നമ്മൾ വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റിംഗ് ആവുന്നുണ്ട്. ഇതാണ് ക്യാമറ സ്പെക്ക് വരുന്നത്. സോ കുഴപ്പമില്ല, അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കോമ്പാക്ട് സൈസിൽ ഈ ഒരു വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്.
കാരണം നമ്മളൊരു ഗിംബലിന്റെ മുകളിലൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൺ ഇരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യില്ല. 167 grams അല്ലേ വെയിറ്റ് ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഡിവൈസ് തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിന് കൂടുതൽ ക്യാമറ സാമ്പിൾസ്, ഫോട്ടോ സാമ്പിൾസ്, വീഡിയോ സാമ്പിൾസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമുക്ക് ഇതിന്റെ മെയിൻ സെൻസറിലെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നമുക്ക് മാക്സിമം സൂമിംഗ് ആയിട്ട് 15x വരെ വരുന്നത്. ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കട്ടെ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക. സോ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ, നല്ല ക്വാളിറ്റി ആണല്ലേ, നല്ല ക്വാളിറ്റിയാണ്. നല്ല കളർ ടോണും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ബൂസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ടിലെ പച്ചയും കാര്യങ്ങളൊക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലെ പോർട്രേറ്റ് വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് പോർട്രേറ്റ് വീഡിയോ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ബ്ലറായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെത്. പിന്നെ ബ്ലർ സ്ട്രെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ മാക്സിമം സ്ട്രെങ്ത്തിലിട്ടാണ് എടുക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല എഡ്ജ് ഡിറ്റക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം ചെറിയൊരു പ്രോസസ്സിംഗ് ഉണ്ടായിരിക്കും. അതും കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. സോ ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കട്ടെ നമുക്ക് വൈഡ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുക. നമുക്ക് 12 മെഗാപിക്സലിൻ്റെ വൈഡ് ക്യാമറയാണ് വരുന്നത്. അതിൽ നമുക്ക് 4K 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുക. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ക്വാളിറ്റി കിട്ടുന്നുണ്ട് വൈഡ് ക്യാമറ ആണെങ്കിലും. ഇതിൻ്റെ മെയിൻ സെൻസറിലെ വീഡിയോ നമ്മൾ ഷെയ്ക്ക് ചെയ്താലും അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് 3x ടെലിഫോട്ടോ ലെൻസിലെ വീഡിയോ, അതായത് ഷിഫ്റ്റായി 3x വരെ നോക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഷിഫ്റ്റ് ആവും, അടുത്ത ലെൻസിലേക്ക് മാറും, ടെലിഫോട്ടോ ലെൻസിലേക്ക് മാറും. ഇനി നമുക്ക് മാക്സിമം സൂമായിട്ട് ഇതിൽ 15x ആണ് വരുന്നത്. സോ അതിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടും, കുഴപ്പമില്ല, സെറ്റാണ്. നമുക്ക് അൾട്രയിലേക്ക് ആണെങ്കിൽ 25 കിട്ടും, ഇതിൽ നമുക്ക് 15 വരെ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ വിഷ്വൽസ്. മെയിൻ ക്യാമറയിലെ ഹ്യൂമൻ സബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെയാണ് കിട്ടുക. അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല കളർ സയൻസും നല്ല സെറ്റപ്പും നല്ല ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ പോർട്രേറ്റ് വീഡിയോ ആണ് റിയർ ക്യാമറയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് സിനിമാറ്റിക് വീഡിയോ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലറൊക്കെ ആയിട്ട് നമുക്ക് AI പ്രോസസ്സിംഗ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസാണ്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. അത് നമുക്ക് HD 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 4K ആണെങ്കിലും 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന് ലിമിറ്റേഷൻ ഉണ്ട്, കാരണം ഈ ഒരു പ്രോസസ്സിംഗ് കൂടി നടക്കണമല്ലോ, അതുകൊണ്ടാണ്. സോ ഫോട്ടോ നോക്കുകയാണെങ്കിലും വീഡിയോ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ് കിട്ടുന്നത്. സോ കൂടുതൽ നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഫോണൊന്നും എവിടെയെങ്കിലും പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യും ബെറ്റർ. ക്യാമറയെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൊറിസോണ്ടൽ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതായത് നമ്മളിങ്ങനെ ഫോണ് വെർട്ടിക്കലായിട്ട് പിടിച്ച് വീഡിയോ എടുത്ത് തുടങ്ങി കഴിഞ്ഞാലും നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റെബിലിറ്റി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോൺ എങ്ങനെയൊക്കെ ടിൽറ്റ് ചെയ്താലും നമ്മൾ ആ വിഷ്വൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഫീച്ചറാണ് ഈ ഹൊറിസോണ്ടൽ ലോക്ക് എന്ന് പറയുന്നത്. സോ അത് കുഴപ്പമില്ല. ബട്ട് ഹൊറിസോണ്ടൽ ലോക്കിലേക്ക് മാറുമ്പോൾ നമുക്ക് ഒരു വീഡിയോ ക്വാളിറ്റിയിൽ ചെറിയൊരു റിഡക്ഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. സോ ഡേ ടൈമിൽ നല്ല ലൈറ്റ് സമയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു ഫീച്ചർ അടിപൊളി തന്നെയാണ്. നമ്മൾ കുറച്ച് ലൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ നൈറ്റ് ടൈമിലൊക്കെ നമുക്ക് ആ ഒരു ഫീച്ചർ വലിയ യൂസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറും വരുന്നുണ്ട്. നമ്മൾ ഫോട്ടോ സമയത്ത് നമുക്ക് ബെസ്റ്റ് ഫോട്ടോ കിട്ടാനുള്ള ഒരു ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ ഒരുപാട് AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് AI ഫീച്ചേഴ്സ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ AI ഇറേസർ, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ആഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ്, പിന്നെ ലൈറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് AI പരിപാടികളൊക്കെ കൂടുതലും വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറയെ പറ്റി പറയാനുള്ളത്. ഇനി ഒരു ഫോണിന്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ S26 Ultra എങ്ങനെയാണോ കാണുന്നത് അതിന്റെ ഒരു മിനിയേച്ചർ ഫോൺ യൂസ് ചെയ്യുന്ന പോലെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം അങ്ങനത്തെ ഒരു പ്രൊപ്പോർഷൻ ആണ് നമ്മുടെ ഫോണിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ 6.3 ഇഞ്ച് സൈസ് വരുന്ന ഒരു കോമ്പാക്ട് സൈസുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡൈനാമിക് LTPO AMOLED 2x ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ പെർഫോമൻസ് ആണ്. നമുക്ക് വിഷ്വൽ എക്സ്പീരിയൻസ് ആണെങ്കിലും ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും എല്ലാം നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണൊന്നും പറയാനില്ല. ഡിസ്പ്ലേയിൽ ഈ പറഞ്ഞ മാതിരി കുറച്ചു കാലം കഴിയുമ്പോൾ ലൈൻസും കാര്യങ്ങളൊന്നും വരാതിരുന്നാൽ മതി. കാരണം നമുക്കറിയാം ഇപ്പോൾ S23 സീരീസിലൊക്കെ കൂടുതലായിട്ട് ലൈൻസ് വന്നു. അതൊരു വിധം അവർ മാറ്റി കൊടുത്തെന്നാണ് പറയുന്നത്. ബട്ട് ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ A സീരീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന സാംസങ്ങിന്റെ ഫോൺസ് ആണെങ്കിലും അതിൽ ലൈൻ വന്നു കഴിഞ്ഞാൽ മാറ്റി കൊടുക്കുന്ന പരിപാടി ഇപ്പോഴും സാംസങ് കൊണ്ടുവന്നിട്ടില്ല. അതൊരു ഡീമെറിറ്റ് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നാലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ഡിസ്പ്ലേ കുറച്ചുകൂടി പുതിയ ടെക്നോളജി വെച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് കംപ്ലൈന്റ് വരില്ല എന്ന് പ്രതീക്ഷിക്കാം. സോ ഇതാണ് ഡിസ്പ്ലേനെ പറ്റി പറയാനുള്ളത്. പിന്നെ 120 ഹെർട്സിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. ഇതുപോലുള്ള ബസ്സിൽ ഭയങ്കര ചെറുതാണ്. നമുക്ക് ഭയങ്കര സ്മോളസ്റ്റ് ആയിട്ടുള്ള ബസ്സിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഇത്തരത്തിലുള്ള നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സോ അതൊരു ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ 4500, 5000 ഒക്കെയാണ്. 6500 വരെയുള്ള പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഫോണുകൾ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിലുണ്ട്. അപ്പോഴും ഇവർ 2600 നിറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നാലും അത്യാവശ്യം വിസിബിലിറ്റി നമുക്ക് ആ ഒരു സംഭവം വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേയുടെ ആ ഒരു PPI, ആ ഒരു പിക്സൽ പെർ ഇഞ്ച് ക്ലാരിറ്റി നോക്കുമ്പോൾ ഏകദേശം 411 PPI മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അതെനിക്ക് എന്തുകൊണ്ടാണ് കുറച്ച് കുറഞ്ഞു പോയെന്ന് സംശയമുണ്ട്. കാരണം നമ്മുടെ സാംസങ്ങിന്റെ S26 Ultra'യിൽ നമുക്ക് വന്നിട്ടുള്ളത് 500 PPI ആണ്. അതിന്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. സോ അത്ര ഒരു ക്ലാരിറ്റി ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസി ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറിന്റെ ഒരു പരിപാടി നമ്മുടെ ഈ ഒരു മോഡലിൽ കിട്ടില്ല കേട്ടോ. നിങ്ങൾ പ്രൈവസി ഫീച്ചറിന്റെ മാർക്കറ്റിംഗിൽ പെട്ട് നിങ്ങൾ പോയിട്ട് S26 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ നമുക്ക് ആ ഒരു പ്രൈവസി ഫീച്ചറിന്റെ യാതൊരു പരിപാടിയില്ല. ആകെ കൂടി പറയാനുള്ളത് ആ ഒരു ഹൊറിസോണ്ടൽ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നമ്മുടെ S26 Ultra'യിലുള്ള പരിപാടി ഇതിൽ വരുന്നുണ്ട്. അതല്ലാതെ
കുറേ കാര്യങ്ങൾ ഇതിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവുമാതിരി. ബട്ട് ഫോൺ യൂസ് ചെയ്യാൻ കോമ്പാക്റ്റ് ആണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് നോർമലി ആവശ്യമുള്ള എല്ലാവിധ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഡിസ്പ്ലേനെ പറ്റിയിട്ട് കൂടുതലും പറയാനുള്ളത്. സോ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ ആസ് യൂഷ്വൽ ഈ ഒരു സ്ലിം ഫോണാണ്, കോമ്പാക്ട് ഫോണാണ്, കോമ്പാക്ട് ഡിസ്പ്ലേ സെറ്റ് ആണെന്നും പറയാനില്ല. ഇനിയാണ് ഗൈസ് നമ്മുടെ ബാറ്ററിനെ പറ്റി സംസാരിക്കാനുള്ളത്. ബാറ്ററി നമുക്ക് 4300 mAh മാത്രമേ ഈ ഒരു ഫോണിൽ വരുന്നുള്ളൂ. നമുക്കറിയാം ഇപ്പോഴത്തെ കോമ്പാക്ട് ഫോണുകളാണെങ്കിൽ പോലും 6200 6500 mAh ബാറ്ററി വരുന്നത്. ഇപ്പോഴും ആ ഒരു ഹൈ ഡെൻസിറ്റി സിലിക്കൺ കാർബൺ ബാറ്ററി ടെക്നോളജി ഒന്നും ഒരു സാംസങ് കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഐ തിങ്ക് അടുത്ത S27 വരുമ്പോഴേക്കും അവർ കുറച്ചുകൂടി അപ്ഗ്രേഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് നല്ല ബാറ്ററി ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ഒരു മോഡൽ അവർ തീരെ എക്സ്പെക്ട് ചെയ്യാണ്ട്, അല്ലെങ്കിൽ അവരെന്താ പറയുക, അവർ മാർക്കറ്റിനെ കൂടുതൽ സ്റ്റഡി ചെയ്യാണ്ട് ഇറക്കിയിട്ടുള്ള മോഡലായിട്ട് തോന്നില്ല. അതിന് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള അപ്ഡേറ്റ്സ് ഒന്നും നമ്മൾ ഈ ഒരു ഫോണിൽ കാണാനില്ല. എന്നാൽ പ്രൈസിന്റെ കേസിലും അത്യാവശ്യം നല്ല പ്രൈസും ലോഞ്ചിങ് പ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ എന്തായാലും ബാറ്ററി 4300 mAh ഉള്ളൂ, 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ. നമ്മുടെ S26 അൾട്രയിൽ നമുക്ക് 60 വാട്ട് ആക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഇപ്പോഴും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളൂ. 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ 4.5 വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിങ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് എത്രത്തോളം നമുക്ക് വല്ലാതെ ഗാഡ്ജറ്റ്സുകൾ റിവേഴ്സ് ചാർജിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര സംശയമാണ്. കാരണം അത്രയും കുറവായിട്ടുള്ള ഒരു വാട്ട് മാത്രമേ. അപ്പോൾ ഇതൊക്കെയാണ് ബാറ്ററി സൈഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു കോമ്പാക്ട് സൈസ് നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ്. OS അത്യാവശ്യം ബാറ്ററി ലൈഫ് ഒക്കെ 1 ഡേ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ നല്ല യൂസ് ചെയ്താലൊക്കെയാണ് 1 ഡേ നൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ബാറ്ററി തീരുന്നത്. അതർവൈസ് നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ കഷ്ടിമുട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഡേ എന്ന് വേണമെങ്കിൽ കഷ്ടിച്ച് പറയാം. പക്ഷെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഫോൺ ഉപയോഗിക്കുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഔട്ട്ഡോർ ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ നെറ്റ് ഓൺ ആക്കിയിട്ട് ഫോൺ ഉപയോഗിക്കും. അപ്പോൾ നെറ്റ് ഓൺ ആക്കി ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാറ്ററി നല്ല രീതിയിൽ ഡ്രോപ്പ് വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ OS എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ആയിട്ടുള്ള UI 8.5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കിടിലൻ സോഫ്റ്റ്വെയർ വൈസ് മോനെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ചില വീഡിയോസിലൊക്കെ എനിക്ക് OnePlusന്റെ ആ ഒരു OS ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ സെറ്റപ്പ് നമ്മുടെ സാംസങ്ങിന്റെ OS തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അത്രയും ഒപ്റ്റിമൈസ്ഡ് ആണ്, അത്രയും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ് അതിനെ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു UI എക്സ്പീരിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ്. പിന്നെ എന്താ പറയുക, എല്ലാം നമുക്ക് വേണ്ട സ്ഥലത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എനേബിൾ ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫോണ്ട് നോക്കുകയാണെങ്കിലും മൊത്തത്തിലുള്ള ആ ഒരു ഐക്കന്റെ ആ ഒരു ലുക്ക് നോക്കുകയാണെങ്കിലും ആ ഒരു തീം നോക്കുകയാണെങ്കിലും എല്ലാം നല്ല കിടിലനാണ്. പിന്നെ നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നൗ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാർ പരിപാടി ഉണ്ട് ഇവിടെ. അതായത് ആക്റ്റീവായിട്ട് എന്തെങ്കിലും അപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ബ്രീഫ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വന്ന് കിടക്കുന്ന ഒരു മിനിമൈസ് ചെയ്ത പോലത്തെ ഒരു ബാർ, അത് കിടിലൻ ഫീച്ചറായിട്ട് തോന്നി. സോ ക്യാമറ ഫ്രെയിം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും എല്ലാം നമുക്ക് എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അത് കറക്റ്റായിട്ട് റിസർച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു OS പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ AI ഫീച്ചേഴ്സ് ഒക്കെ അടിപൊളി തന്നെയാണ്. നമുക്ക് സർക്കിൾ ടു സെർച്ച്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഫോട്ടോയിലേക്കുള്ള മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള AI പരിപാടികൾ, ഡേ ടു ഡേ ടാസ്കുകൾ ചെയ്യാനുള്ളത്, അതായത് ഓട്ടോമാറ്റിക് കോൾ അസിസ്റ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. Galaxy AI സപ്പോർട്ട് വരുന്നുണ്ട്. അതൊക്കെ കിടിലനാണ്. സോ ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. പിന്നെ നമുക്ക് ഇതിൽ ഫിംഗർ പ്രിന്റ് ആയിട്ട് വരുന്ന അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. പിന്നെ USB 3.2 സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാംസങ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ഈ ഒരു ഫോണിന് നമ്മൾ വയേർഡ് വഴിയോ അല്ലെങ്കിൽ വയർലെസ് വഴിയോ നമുക്ക് ഈ ഒരു ഫോണിനെ ലാപ്ടോപ്പായിട്ടോ കമ്പ്യൂട്ടറായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ. അത് ഇപ്പോഴും നമ്മുടെ ഐഫോണൊന്നും കൊണ്ടുവന്നിട്ടില്ല. കാരണം ഐഫോണുകാർക്ക് അത് പേടിയാണ്. ഐഫോണിൽ ഇപ്പോൾ ആ ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ടാബ്ലറ്റിൽ ചിലപ്പോൾ സെയിൽസ് കുറയും അല്ലെങ്കിൽ അവരുടെ ലാപ്ടോപ്പിന് സെയിൽസ് കുറയും എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. ഐഫോണുകാർ ഇപ്പോഴും ആ ഒരു സംഭവം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇവർ സാംസങ് ഡെസ്കുകാർ ഇപ്പോൾ അടിപൊളിയാണ്. ഈ ഒരു ഫോൺ നമുക്ക് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഒരു ലാപ്ടോപ്പ് പോലെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഡിസ്പ്ലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കിടിലൻ ഫീച്ചർ തന്നെയാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഓവറോൾ നമ്മുടെ ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. ഇനി ഈ ഒരു ഫോൺ ആരൊക്കെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാംസങ്ങിന്റെ ഡൈഹാർഡ് ഫാനാണ്, നിങ്ങൾ UI 8.5 അല്ലെങ്കിൽ സാംസങ്ങിന്റെ 1 UI ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ എടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുത്താലേ പറ്റുള്ളൂ. കാരണം ഈ ഒരു ഫോണിന്റെ ഇന്റർഫേസ് മറ്റു ഫോണുകളിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ്, ഭയങ്കര സ്മൂത്ത് ആണ് യൂസ് ചെയ്യാനൊക്കെ. പിന്നെ നമുക്ക് ക്യാമറയ്ക്കൊക്കെ കുറച്ചുകൂടി നല്ല ഓപ്ഷൻസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരായിരുന്നു. ഡിസൈനും കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരായിരുന്നു. ബാറ്ററിക്കും കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ കൂടുതലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫറിൽ വരുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആയിരിക്കാം. ഇപ്പോഴത്തെ ലെവലിൽ ഇതൊരു വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് എൻ്റെ മുന്നിലും. സോ സാംസങ് ലവേഴ്സ് ആണെങ്കിൽ ഈ ഒരു ഫോൺ ധൈര്യമായിട്ട് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഫോൺ യൂസ് ചെയ്യുമ്പോഴുള്ള ഫീലൊക്കെ വേറെ ലെവൽ തന്നെയാണ്. അത് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ ലെവൽ തന്നെയാണ്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് എടുത്തു പറയാനുള്ളത് നമ്മുടെ സാംസങ്ങിന്റെ നോക്സ് സെക്യൂരിറ്റി, അത് നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് നല്ല അടിപൊളി പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞുള്ള പരിപാടി ഉണ്ട്. ഈ ഡിവൈസ് വെച്ചിട്ട് ഒരുപാട് ഡിവൈസിലേക്ക് അറ്റ് എ ടൈം നമുക്ക് ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് പരിപാടി ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടി വിൻഡോ കൺട്രോൾ ഉണ്ട്. പിന്നെ സാംസങ്ങിന്റെ ഈ ഒരു ഡിവൈസ് നമുക്ക് മറ്റു ഡിവൈസായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്കോ സിസ്റ്റം
സിസ്റ്റം ഫോം ചെയ്യാനുള്ള ഒരു മൾട്ടി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞിട്ട് എല്ലാ ആപ്പിലും ട്രാൻസ്ലേഷൻസ് പോസിബിൾ ആക്കുന്ന ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ പോസിബിൾ ആക്കുന്ന ഒരു ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ വയർലെസ് ഡെസ്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാംസങ് ഡെസ്ക് തന്നെ വയർലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേയിലേക്ക് നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ചെറിയ ചെറിയ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെയും ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു സാംസങ് ഫാനാണ്, നിങ്ങൾക്ക് S26 മതി എന്നുണ്ടെങ്കിൽ, S26 ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. നമ്മുടെ ജപ്പാൻ സ്കോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഈ ഒരു ഫോണിനുണ്ട്. സോ ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. ബട്ട് ഇപ്പോഴത്തെ ടൈമിൽ കുറച്ചും കൂടി അപ്ഗ്രേഡ്സോട് കൂടിയിട്ട് വരുമായിരുന്നെങ്കിൽ ഇതിനെ ഒരു കിഡിലൻ ഫോൺ എന്ന് വിളിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിപ്സെറ്റ് Exynos 2600 ആയതുകൊണ്ട് ഈ ഒരു ഫോൺ എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെയല്ല പറയണത്, കാരണം അത് ഞാൻ പറഞ്ഞല്ലോ നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്, ഹീറ്റിംഗ് വരുന്നുണ്ട്, എന്നാലും നല്ല പെർഫോമൻസ് ഒക്കെ വരുന്നത്. കേസ് ഇട്ട് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഒന്നും വലിയ പ്രശ്നമില്ല. അത് കൂടാതെയുള്ള ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിലും ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിലും ഡിസൈൻ സൈഡ് നോക്കുകയാണെങ്കിലും കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, അത് വലിയൊരു സപ്പോർട്ടായി മാറും. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കാം മാക്സിമം. ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു വീക്കൊക്കെ ആയിരിക്കും അതിൻ്റെ കോമൻറ്റ് നോക്കാറ്, അത് കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ പറ്റാറില്ല. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കാരണം അത്രയും വീഡിയോസ് വരുമ്പോൾ അത്രയും കമൻസിന് റിപ്ലൈ കൊടുക്കാൻ ടൈം കിട്ടാറില്ല, അതുകൊണ്ടാണ്. പിന്നെ അത്രയും അർജൻറ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ വന്ന് ജിനോ ടെക് വ്ളോഗ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പ്രൊഫൈൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും റിപ്ലൈ ചെയ്യാം. സോ ഇതൊക്കെ ഇത്രേ പറയാനുള്ളൂ. എന്തായാലും നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ വയ്ക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ. ജിനോ ടെക് വ്ളോഗ്സ്.